യുഎഇയിലെ ഓയിൽ റിഫൈനറീസിന് നേരെ ആക്രമണമുണ്ടായെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിലുള്ള ഇറാന്റെ ഫാസ്റ്റ് ബോട്ടുകൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. ഈ സൈനിക നടപടിയെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ വർദ്ധിച്ചു. യുഎഇയിലെ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ സൈനിക നീക്കം ആരംഭിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അമേരിക്കൻ നാവികസേന ഈയൊരു പ്രദേശത്ത് നിന്ന് വിട്ടുപോകണമെന്നും അല്ലാത്തപക്ഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും വെവ്വേറെയും പരസ്പര വിരുദ്ധവുമായ വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മോസ്കോയിൽ മെയ് 9 നടക്കുന്ന വിക്ടറി ഡേ ആഘോഷങ്ങൾക്ക് മുന്നോടിയായാണ് റഷ്യ ഈ പ്രഖ്യാപനം നടത്തിയത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെടുന്നത് വെള്ളി, ശനി ദിവസങ്ങളിൽ, അതായത് മെയ് 8, 9 ദിവസങ്ങളിൽ മാത്രം യുദ്ധം നിർത്താനാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയെ പരാജയപ്പെടുത്തിയതിന്റെ 81ാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. ഈ സമയത്ത് യുക്രൈൻ ആക്രമണം നടത്തരുത്, പരേഡ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ കീവിന് നേരെ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യയുടെ വെടിനിർത്തൽ ആവശ്യം ഗൗരവമുള്ളതല്ല എന്നായിരുന്നു സെലൻസ്കിയുടെ ആദ്യ പ്രതികരണം. ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ അഭ്യർത്ഥനകളൊന്നും കീവിന് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എങ്കിലും സമാധാനത്തിനുള്ള ഒരു അവസരമെന്ന നിലയിൽ ബുധനാഴ്ച അർദ്ധരാത്രിക്ക് മുൻപായി ഒരു വെടിനിർത്തൽ നടപ്പിലാക്കുന്നത് പ്രായോഗികമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഭാഗമായി മെയ് 5 രാത്രി 12 മണി മുതൽ യുക്രൈൻ ഒരു നിശബ്ദ ഭരണകൂടമായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ ഒരു വെടിനിർത്തൽ എപ്പോൾ അവസാനിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അതായത് ഇതൊരു അനിശ്ചിതകാല സമാധാന ശ്രമമായാണ് യുക്രൈൻ കാണുന്നത്. റഷ്യൻ സൈന്യം എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും യുക്രൈന്റെയും നീക്കങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. റഷ്യ ആക്രമണം നിർത്തിയാൽ യുക്രൈനും ആക്രമിക്കില്ല, എന്നാൽ റഷ്യ വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വെസ്റ്റ് ബംഗാളിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഇടതുപക്ഷ തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബിജെപി ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആകെ 294 സീറ്റുകളുള്ള നിയമസഭയിൽ 206 സീറ്റുകൾ നേടിയാണ് ബിജെപി അധികാരം പിടിച്ചെടുത്തത്. ഇതാദ്യമായാണ് ബംഗാളിൽ ബിജെപി ഭരണം പിടിക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. ഇതോടെ തൃണമൂൽ കോൺഗ്രസിന്റെ ദീർഘകാല ഭരണത്തിന് അന്ത്യമായി. ഭബാനിപൂർ മണ്ഡലത്തിൽ സുവേന്ദു അധികാരിയോട് 15,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട മമതാ ബാനർജി ഈ ഒരു ഫലം അംഗീകരിക്കാൻ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് ഫലം നിയമവിരുദ്ധം ആണെന്ന് മമതാ ബാനർജി പ്രതികരിച്ചു. വോട്ടിംഗിൽ കൃത്രിമം നടന്നതായും അവർ ആരോപിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ബിജെപിയുടെ ഇലക്ഷൻ കമ്മീഷനാണെന്നും വോട്ട് കൊള്ള നടന്നിട്ടുണ്ടെന്നുമാണ് അവർ പറയുന്നത്. തന്നെയും തന്റെ പാർട്ടിയെയും പരാജയപ്പെടുത്തിയത് ഫോഴ്സും മാനിപ്പുലേഷനും ഉപയോഗിച്ചാണെന്ന് മമതാ ബാനർജി ആരോപിക്കുന്നു. ബിജെപി വോട്ടുകൾ കൊള്ളയടിച്ചു എന്നും അവർ പറയുന്നു. 100-ലധികം സീറ്റുകൾ ബിജെപി ഇത്തരത്തിൽ കൊള്ളയടിച്ചതായാണ് അവർ അവകാശപ്പെടുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിജെപി പ്രവർത്തകരും കേന്ദ്രസേനയും ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്നും അവർ ആരോപിച്ചു. ഈ ഒരു ഫലം വളരെ ഇമോറലും ഇലീഗലുമായ ഒന്നാണെന്ന് വിശേഷിപ്പിച്ച അവർ തൃണമൂൽ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ഹന്റ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് MV ഹോണ്ടിയസ് എന്ന ആഡംബര പര്യവേഷണ കപ്പലിലാണ്. പടർന്നു പിടിച്ച മാരകമായ ഹന്റ വൈറസ് ബാധയെക്കുറിച്ച് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഹന്ത വൈറസ് ബാധയെ തുടർന്ന് ഇതുവരെ കുറഞ്ഞത് 3 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അർജന്റീനയിൽ നിന്ന് ആഫ്രിക്കൻ തീരത്തെ കേപ്പ് വെർഡെ ലക്ഷ്യമാക്കി പോവുകയായിരുന്നു ഈ ഒരു കപ്പൽ. ഏകദേശം 150ഓളം യാത്രക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇതിൽ അമേരിക്ക, ബ്രിട്ടൻ, സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നു. വൈറസ് ബാധയെ തുടർന്ന് കപ്പൽ ഇപ്പോൾ കേപ്പ് വെർഡെയ്ക്ക് സമീപം നങ്കൂരമിട്ടിരിക്കുകയാണ്. രാജ്യത്തേക്ക് വൈറസ് പടരുന്നത് തടയാൻ പ്രാദേശിക അധികൃതർ യാത്രക്കാരെ കരയിലിറങ്ങാൻ അനുവദിച്ചിട്ടില്ല. മരിച്ച 3 പേരിൽ നെതർലൻഡ്സിൽ നിന്നുള്ള ദമ്പതികളും ഒരു ജർമ്മൻ പൗരനും ഉൾപ്പെടുന്നു. രോഗബാധിതരായ ചിലരെ വിദഗ്ധ ചികിത്സകൾക്കായി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കപ്പലിലെ ശുചിത്വ നിലവാരത്തെക്കുറിച്ചും വൈറസ് എങ്ങനെ പടർന്നു എന്നതിനെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുകയാണ്.
കപ്പലിലെ മറ്റ് യാത്രക്കാർക്കിടയിലും പനി, പേശിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരുന്നതിനാൽ കൂടുതൽ പേരിലേക്ക് രോഗം പടരാനുള്ള സാധ്യത ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ട്. സാധാരണയായി എലികളിലൂടെയും മറ്റും പകരുന്ന ഈ ഒരു വൈറസ് കപ്പലിൽ എങ്ങനെ എത്തി എന്നത് ആരോഗ്യ വിദഗ്ധരെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ആദ്യമായി തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ട വിജയുടെ പാർട്ടിയായ TVK 108 സീറ്റുകൾ നേടി. സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷമായ 118 സീറ്റുകൾ തികയ്ക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. 10 സീറ്റുകളുടെ കുറവുണ്ട്. ഭൂരിപക്ഷം തികയ്ക്കാത്ത സാഹചര്യത്തിൽ അധികാരം പിടിക്കുന്നതിനായി മറ്റു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാനുള്ള ചർച്ചയിലാണ് വിജയ് ഇപ്പോൾ. അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രാജിവെച്ചു. ഭൂരിപക്ഷം ലഭിച്ചതോടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരംഭിച്ചു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്ത് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.